കുറച്ച് ദിവസമായിട്ട് നമ്മുടെയൊക്കെ ചർച്ച, നമ്മുടെയൊക്കെ ന്യൂസിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങളോളമായിട്ട് ജയിലില്, സൗദി ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ മോചിപ്പിക്കാൻ കോടികൾ വേണമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇറങ്ങി കോടികൾ പിരിച്ചു. പടച്ചറബേ, ദിവസങ്ങളെ കൊണ്ടാണ് 34 കോടി പടച്ചറബേ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഒരു മനുഷ്യന് വേണ്ടിയിട്ട്. അതിൽ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അതിന് വേണ്ടിയിട്ട് സഹകരിച്ചവരാണ്. അല്ലാഹു തആല പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പക്ഷേ കേസ് ഇന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ ആ ചെറുപ്പക്കാരനെ കാണാൻ, തന്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ സൗദിയിലേക്ക് പോയി. അവിടെ ചെന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ ഇവിടെ നിന്നും ഒരുപാട് ആ പൈസ കൊടുത്തു എന്നതിന്റെ പിറകിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ, സംസാരങ്ങൾ, കുറ്റപ്പെടുത്തൽ, കളിയാക്കലുകൾ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ജനങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഉമ്മയെ കുറിച്ച് പറയുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല. ആ ഉമ്മയോട് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, നിന്റെ മകൻ അങ്ങനെ തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന രൂപത്തിലൊക്കെ കമന്റിലൂടെ അറിയിക്കുന്ന എത്രയോ ആളുകൾ. പടച്ചവനെ, എന്താണ് അതിന്റെ ആവശ്യം? കണ്ടപ്പോ പടച്ചവനെ കണ്ണ് നിറഞ്ഞു പോയി. ആ ഉമ്മ തന്റെ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാണ്. കഴിപ്പിടവ കൊണ്ട് ആ ഒരു പൊന്നുമോൻ ജോലിക്ക് പോയിടത്തുള്ള തന്റെ വികലാംഗനായ ഒരു അറബിയുടെ മകൻ മരിച്ചു എന്നതിന്റെ പേരിൽ എന്റെ പ്രിയമുള്ളവരെ, സൗദി ജയിലിൽ കഴിയുന്ന ഈ ചെറുപ്പക്കാരനെ മോചിപ്പിക്കാൻ എല്ലാവരും പ്രാർത്ഥന കൊണ്ടും ആ ഉമ്മ പ്രാർത്ഥിക്കുകയും നാട്ടുകാരും ജനങ്ങളും മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും ഇതിനിടയിലൂടെ എന്താ പറയാ, വളരെ മോശമായ രീതിയിൽ കമന്റിലൂടെ വന്നിട്ടും അതേപോലെ തന്നെ പല രീതികളിലേക്ക് സൈബർ ആക്രമണം നടത്തുന്ന ചില ആളുകൾ, അല്ലാഹുവേ അവർക്ക് നീ ബോധം കൊടുക്കണേ തമ്പുരാനെ. ആ ഉമ്മ കണ്ണീരോട് കൂടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട മകൻ എന്തോ പറഞ്ഞിട്ട് ഇവിടുന്ന് മകനെ കാണാൻ പോയത്. ചില കാരണങ്ങളെ കൊണ്ട് എന്തോ അല്ലാഹു ആലം ആ മകന് ഒരു പ്രാവശ്യം കാണണ്ട എന്ന് പറഞ്ഞു. പിന്നീട് കണ്ടു, അൽഹംദുലില്ലാ തിരിച്ചു പോന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് ആ ഉമ്മ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഇതൊക്കെ അവസ്ഥ മനസ്സിലാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ, ഈ പറയുന്ന നമുക്കൊക്കെ ഈ ഒരു അവസ്ഥ വരണം. ഈ പറയുന്ന നമുക്കൊക്കെ ഇതിന്റെ ഒരു ഗതി വരുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവർ എന്താണ് ഇതിന്റെ അവസ്ഥ, എങ്ങനെയുണ്ട്, ഇതിന് ഇത്ര വലിയ രസമുള്ള കാര്യമായിരുന്നോ എന്നൊക്കെ നമുക്കറിയുള്ളൂ. നമുക്കൊരു വിഷമം വന്നിട്ട് അത് ചർച്ചയാക്കപ്പെടുമ്പോ അതിന്റെ പിറകെ നടന്നിട്ട് നമ്മുടെ മുമ്പിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് ആക്ഷേപിക്കുന്ന വാക്കുകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഉണ്ടായിരുന്നു അതിന്റെ വേദന എന്നുള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു നന്മ നൽകട്ടെ. ഹൃദയം അല്ലാഹു തആല നമ്മുടെയൊക്കെ നന്മയാക്കി തരട്ടെ. എത്രയും പെട്ടെന്ന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ മോചിപ്പിച്ച് അല്ലാഹു തആല ആ ഉമ്മയുടെ അടുത്തേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആ ഉമ്മക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കണ്ട. നമ്മൾ ഒരാളെയും ആക്ഷേപിക്കാൻ നമ്മൾ അർഹരല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നൂലാമാലകൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം, ഇന്ന് സമയം ഇപ്പോ 2:24 ഈ സമയം എന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തു, എത്ര തെറ്റുകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എത്ര തെറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാ നമുക്ക് മനസ്സിലാകും ഞാൻ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നെന്റെ പ്രിയമുള്ളവരെ നമുക്കപ്പം മനസ്സിലാകും. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം വിചാരണ നടത്തും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞിട്ട് അവിടുത്തെ മയ്യത്ത് ജനാസ കുളിപ്പിക്കുമ്പോൾ ശരീരത്തിനകത്ത് മുറിവായിരുന്നു. ഒരുപാട് മുറിവുകൾ മുതുകത്ത്. കാരണം സ്വന്തം വിചാരണ നടത്തിയിട്ട് അള്ളാന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തിൽ ചാട്ടവാർ എടുത്തടിച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ സ്വന്തം വിചാരണ നടത്തുമായിരുന്നു. ഇന്ന് എത്ര തെറ്റ് ഉമറെ നീ കണ്ടിട്ടുണ്ട്, എത്ര തെറ്റ് നീ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം വിചാരണ നടത്തിയിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കലൊരു സ്വഹാബി മദീനയിലെ മണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ
പടച്ചവനെ ഈത്തപ്പന തോട്ടത്തിൽ നിന്നും ഒരു ചോദ്യം, ഉമറേ നീ ആരാണടാ, നീ എങ്ങനെ നടന്നിരുന്നവനാണ് എന്നുള്ള ആക്രോശത്തിന്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ, ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വഹാബി അവിടുന്ന് ഈത്തപ്പന തോട്ടത്തിലേക്ക് ആരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇത്ര ധീരമായിട്ട് ശബ്ദിക്കാൻ അർഹതയുള്ളത്, അത്രക്ക് ധൈര്യമുള്ളവൻ ആരാണെന്ന് എന്റെ പ്രിയമുള്ളവരെ പേടിച്ച് വിറച്ചുകൊണ്ട് ഈ സ്വഹാബി അവിടുന്ന് നോക്കുമ്പോൾ സ്വന്തം നെഞ്ചകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കാണ്, ഉമറേ നീ എത്ര വലിയ ധീരനാണ്, നീ എത്ര വലിയ തമ്മാടിയായിരുന്നു, നീ എത്ര വലിയ തെറ്റുകൾ ചെയ്തവനായിരുന്നു എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീന മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ, മക്ക മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ ആ ഉമർ എന്ന് കേട്ടാൽ ഓരോ പെണ്ണുങ്ങളും പേടിക്കുമായിരുന്നു. ഉമറിന് പെണ്ണില്ലാതെ കണ്ണില്ലാതെ ജീവിക്കാൻ കഴിയാത്തതായിരുന്നു. അതായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. ഖത്താബിന്റെ മകൻ ഉമർ, ചെറുപ്പം മുതൽക്കേ വാപ്പയുടെ ക്രൂരമായ മർദ്ദനങ്ങളിലൂടെ വളർന്ന മകൻ, അവസാനം ക്രൂരമായ ഹൃദയം കൊണ്ട് വലുതായി വന്ന മനുഷ്യൻ, അവസാനം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുവായി മാറി റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി കടന്നു വന്നു. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് വന്നു. ഖുർആനിന്റെ പ്രഭ ഹൃദയത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാൻ സ്വന്തം ശരീരത്തിൽ സ്വന്തം നഫ്സിനെ ചോദിച്ചുകൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് സ്വന്തം നഫ്സിനോട് സ്വന്തം ശരീരത്തെ ചോദിച്ചിട്ട്, തെറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ട്, തെറ്റുകളെ ഓർമ്മപ്പെടുത്തിയിട്ട് അവിടുന്ന് ഹൃദയത്തിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ കണ്ണ് നീരൊഴുക്കിയ മഹാൻ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് കഴിയോ? നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ എന്നിരുന്നാലും നൂറുകണക്കിന് തെറ്റുകൾ നമ്മളത് പൂത്തിവെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാനും മറ്റുള്ളവരുടെ മൈനസ് തോണ്ടി നടക്കാനും നമ്മളൊക്കെ ശ്രമിക്കുകയാണ്. അള്ളാഹു തആല ബോധം നൽകട്ടെ നമുക്ക്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. പടച്ച റബ്ബേ, ആ ഉമ്മയുടെ കണ്ണുനീരിന് അള്ളാഹുവിനെ അറുതി കൊടുക്കുക റബ്ബേ. പടച്ചോനെ, ചാനലുകാരൊക്കെ വന്നിട്ട് പലതും ചോദിക്കുമ്പോൾ അവിടെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ പടച്ചോനെ സഹിക്കുന്നില്ല. അള്ളാഹുവേ, പടച്ചോനെ നന്മ കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.